വയലറ്റ് ബേബിനെ കുറിച്ച് പറയാനാണെങ്കിൽ ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് ഇപ്പോൾ ഈ ഓഗസ്റ്റിലേക്ക് 6 വർഷമാവും. അപ്പൊ ഞങ്ങൾക്കൊരു ഒരു ബേബിനെ കുറിച്ചുള്ള ചിന്ത വന്നു തുടങ്ങി. ഞങ്ങൾ ആലോചിക്കുമ്പോഴത്തേക്കും ഞങ്ങൾക്ക് ദൈവം തന്ന ഒരു വലിയൊരു ഗിഫ്റ്റാണ് വയലറ്റ് ബേബി. എന്തോ അനുഗ്രഹം കൊണ്ട് അവള് ഇത്ര നാള് വരെ എപ്പോഴും എല്ലാരെയും കാണുമ്പോൾ ചിരിച്ച് നല്ലൊരു മോളായിട്ട് തന്നെ ഇരിക്കുന്നത്. ഇനി അങ്ങനെ തന്നെ ആയിരിക്കണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അവള് വന്നതിന് ശേഷം ഒത്തിരി ജീവിതം മാറി. ഒരുപാട് കെയോസ് ഒക്കെ ഉണ്ടെങ്കിൽ കൂടി എൻഡ് ഓഫ് ദി ഡേ അവളുടെ ഒരു സ്മൈല് കാണുമ്പോൾ ഭയങ്കര പീസ്ഫുള്ളാണ്. പിന്നെ ഫാദർഹുഡ് എന്ന് പറയുന്നത് എക്സ്പീരിയൻസ് ചെയ്തത് തന്നെ അവളിലൂടെയാണ്. അതൊരു ഭയങ്കര ഒരു ബ്ലെസ്സിങ് ആണ്. ഞാൻ എങ്ങനെയൊക്കെ ഞാനൊരു പ്ലാനറാണ്, എല്ലാം പ്ലാൻ ചെയ്ത് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ്. ഇത് തന്തയിൻ താലാട്ട് ഭൂമിയെ പുതിതാനതെ. ഇതിനൊരു പ്രിപ്പറേഷൻ, ഇതിനൊരു എന്താ പറയാ, നമുക്കൊരു എക്സ്പെക്ടേഷൻ ചെയ്യാൻ പറ്റില്ലാത്തൊരു കാര്യമാണ്. പക്ഷെ എനിക്ക് ആ ജേർണി ഭയങ്കര ഇഷ്ടമാണ്. ഇവൻ വരണ്ട കിറുക്കലിൽ ഇവളോ പുതുതായിട്ട് ഒരാളെ ഇങ്ങനെ സ്നേഹിക്കാൻ പറ്റുമെന്നുള്ളത് പഠിപ്പിച്ചു. ഓരോ ഓർക്കില്ലാത്ത രാത്രിയും അത് ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. അതെ, ഭയങ്കര പ്രൈവറ്റ് മൊമെന്റ് ആയിരുന്നു. ഞങ്ങൾ പുറത്തായിരുന്നു, അപ്പൊ പാരന്റ്സ് ഒന്നും ഇല്ല. ഞങ്ങൾ എല്ലാവരും കൂടിയിട്ടാണ് കംപ്ലീറ്റ് ഡീൽ ചെയ്തത്. എനിക്കാണെങ്കിൽ എമർജൻസി സി സെക്ഷൻ ആയിരുന്നു. ഭയങ്കര ടെൻസ്ഡ് ആയിരുന്നു. ഈവൻ തോ ഞാൻ അവിടെ ഒരു നഴ്സാണ്, ഓപ്പറേറ്റിംഗ് റൂമിലാണ് വർക്ക് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ കൂടി നമുക്ക് ഇനി എന്താ ഉണ്ടാവാൻ പോണേന്ന് അറിയാൻ പറ്റുന്നത് ആയിരുന്നു. ഭയങ്കര ടെൻഷനൊക്കെ ആയിരുന്നു. പക്ഷെ അവളുടെ ആ കരച്ചില് കേട്ടപ്പോ അവള് സേഫ് ആണ്, അവള് കരയുന്നുണ്ട്, അവൾക്ക് ഓക്കെ ആണെന്ന് പറഞ്ഞപ്പോ തന്നെ ഒത്തിരി സന്തോഷമായി. തുള്ളിത്തോളുമ്പാതെ നീ പഞ്ഞിച്ചുരുൾ മാനസം നുള്ളിക്കെടുത്താതെ നീ വെറുമൊരു തൂവൽ കൊണ്ടു മുറിയും ചെറുമൂന നോക്കുകൊണ്ടു വിളറും ഒരു നേർത്ത പൈതലിൻ്റെ മുഖമേ വെങ്ങിപ്പിടയാതെ നീ. പേര് ആക്ച്വലി ഞങ്ങൾ സെലക്ട് ചെയ്യാനുള്ള കാരണം, അതിന് പ്രത്യേകിച്ച് കാരണമൊന്നും ഇല്ല എന്നുള്ളതാണ്. ഇപ്പൊ ഈ പറഞ്ഞ റീസൺസ് എല്ലാം ലൈക് വാലിഡ് ആയിട്ടുള്ള കാര്യങ്ങളല്ല. 10-15 പേരുണ്ടായിരുന്നു, അങ്ങോട്ടും ഇങ്ങോട്ടും അടിയായിരുന്നു. ലൈക് ഡേ ഓഫ് ഡെലിവറി വരെ ഞങ്ങള് ഈ പേര് വേണ്ട, ആ പേര് ഇല്ല, പറ്റില്ല, അങ്ങനെ പറഞ്ഞു ലാസ്റ്റ് പേര് ഇനി ഇട്ടേ തീരൂ. അതായത് കുട്ടിക്കൊരു പേര് വേണം എന്നായപ്പോ കുട്ടിയുടെ അച്ഛൻ തന്നെ ചാറ്റ്ജിപിടിയോട് ചോദിച്ചിട്ടാണ് പേരിട്ടത്. അത് കാരണം എന്താന്ന് വെച്ചാല് ഇവിടെ പ്രൊനൗൺസ് ചെയ്യുന്ന വേർഡ് അവിടെ പ്രൊനൗൺസ് ചെയ്യുന്നത് ഡിഫറെന്റ്ലി ആണ്. Could somehow contain enough room for us all. It's a story that turned the world upside down, giving birth to a kingdom where lost hopes are found. It might sound too wonderful, too good to be. This feels like hope. Let it be born in me. ജനിച്ചു വളർന്നുമ്പോൾ ഞാൻ കാണുന്നതാണ്. അവളുടെ കല്യാണം കഴിഞ്ഞപ്പോൾ ഞാൻ ഉണ്ടായിരുന്നില്ല. കോവിഡിന്റെ സമയത്തായിരുന്നു കല്യാണം, ഞാൻ വേറെ സ്ഥലത്തായിരുന്നു. അത് കഴിഞ്ഞ് അവൾക്ക് കൊച്ചായി എനിക്ക് ഈ ഒരു ഫംഗ്ഷന് പങ്കെടുക്കാൻ, മോളെ വയലറ്റിനെ കാണാനും, ആ പ്രായം മുതൽ കണ്ട ജിനു കൊച്ചായി നിൽക്കണ കാണുമ്പോൾ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. ജിനുവിൻ്റെ പ്രസവിച്ച അന്ന് മുതൽ ഞാനുണ്ട്, തൊട്ടടുത്ത വീട്ടിലായതുകൊണ്ട് എൻ്റെ നെഞ്ചത്ത് കിടന്നാണ് അവൾ ഉറങ്ങാറുള്ളത് തന്നെ, ജൻസിക്ക് വരെ ജോലിയൊക്കെ ഉള്ളപ്പോൾ. അങ്ങനെ ഇപ്പം അവൾ ഒരു കൊച്ചായിട്ട് നിൽക്കുമ്പോൾ വളരെയധികം സന്തോഷവും സങ്കടവും സ്നേഹവും എന്താ വരുന്നതെന്ന് എനിക്ക് തന്നെ പറയാൻ പറ്റുന്നില്ല. മോൾക്കും അവൾക്കും മെൽവിനും എല്ലാവിധ ആശംസകളും പ്രാർത്ഥനയും.